തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്നൊരു സ്ഥലമുണ്ട്. ബാലരാമപുരം അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സംഭവ കഥയാണ് ഞാനിനി പറയാൻ പോകുന്നത്. ബാലരാമപുരം അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിന് ഒരു ആചാരി ഗുരു ഉണ്ടായിരുന്നു. ആചാരി ഗുരു, അദ്ദേഹത്തിൻ്റെ പേര് ഗോപൻ സ്വാമി എന്നാണ്. ഗോപൻ സ്വാമി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച സമാധിയായി. ലോകത്ത് ആരും അറിഞ്ഞില്ല. സമാധിയാകുമ്പോൾ 2 ആൺമക്കൾ മാത്രമാണ് സമീപത്തുണ്ടായിരുന്നത്. എന്നിട്ട് സമാധി സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ കുഴിച്ച് മൂടുകയും ചെയ്തു. പിറ്റേ ദിവസം, അതായത് ഇന്നലെ വെള്ളിയാഴ്ച, മക്കൾ നോട്ടീസ് പതിപ്പിച്ചു. അച്ഛൻ സമാധിയായി, ഗുരുസ്വാമി ആചാര്യ ഗുരു സമാധിയായി എന്ന നോട്ടീസ് പതിപ്പിച്ചപ്പോഴാണ് നാട്ടുകാരും മൂക്കത്ത് വിരൽ വെക്കുന്നത്. ഇതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? അവർ നേരെ പോലീസിനെ വിവരം അറിയിച്ചു. എന്തോ അസ്വാഭാവികത ഈ കൈലാസനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കണം. പോലീസ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? തമിഴ്നാട്ടിലെ മയിലാടിയിൽ നിന്നും കൊണ്ടുവന്ന കരിങ്കൽ കൂട്ടങ്ങൾ വെച്ച് ഒരു സമാധി പീഠം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് അച്ഛനെ സംസ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞത്, അച്ഛൻ കഴിഞ്ഞ ദിവസം, അതായത് സമാധി ദിവസം രാവിലെ പതിവ് പോലെ എണീറ്റു. 11 മണിക്ക് ക്ഷേത്രത്തിൽ പൂജകൾ നടത്തി. അതിനുശേഷം ഷുഗറിനും രക്തസമ്മർദ്ദത്തിനുമുള്ള ഗുളികകൾ കഴിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, എനിക്ക് സമാധിയാകാൻ നേരമായി, ഞാൻ സമാധിയാവുകയാണ്, മുഹൂർത്തം തെറ്റുന്നതിന് മുന്നേ ഞാൻ സമാധിയാവുകയാണെന്ന് പറഞ്ഞ് സമാധി പീഠത്തിലിരുന്ന് സമാധിയായി. ഈ വിവരങ്ങൾ, അതായത് സമാധി സമയത്ത് ആരും വരാൻ പാടില്ല, ആരെയും അറിയിക്കാൻ പാടില്ല. അതുകൊണ്ട് ആണ് ഞങ്ങൾ ആരെയും അറിയിക്കാതിരുന്നത്. ഞങ്ങൾ ആ സംഭവ സ്ഥലത്ത് ദൃക്സാക്ഷികളാണ്, ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളാണ് അച്ഛനെ മറവ് ചെയ്തത്. അമ്മയ്ക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും ഈ കാര്യം അറിയാം എന്നും മക്കൾ പോലീസിന് മൊഴി നൽകി. പോലീസിന് അപ്പോൾ സംശയം ബലപ്പെട്ടു. പോലീസ് ഈ സ്വാമിയാരുടെ പൂർവാശ്രമം തിരക്കി. പൂർവാശ്രമത്തിൽ സ്വാമിയാരായിരുന്നു? ആറാലുമൂട് ചന്തയിലെ ചുമട്ടുതൊഴിലാളിയായ ഗോപനായിരുന്നു ഈ ഗോപൻ സ്വാമി. അയാൾക്ക് ഇപ്പോൾ 81 വയസ്സുണ്ട്. ആറാലുമൂട് ചന്തയിലെ ചുമട്ടുകാരനായിരുന്നു. കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹം കൈലാസനാഥം ക്ഷേത്രത്തിലെ ആചാര്യ ഗുരുവാകുന്നത്. അതൊരു അവരുടെ കുടുംബക്ഷേത്രമാണ്. ആചാര്യ ഗുരുവാകുകയും അദ്ദേഹം സമാധിയാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ചുമട്ടുതൊഴിലാളിയിൽ നിന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ? അതൊക്കെ ആർക്ക് വേണോ ആകാം. സ്വാമിയൊക്കെ ചുമട്ടുതൊഴിലാളിയിൽ നിന്ന് പെട്ടെന്ന് പൂർവാശ്രമമായ തൊഴിൽ ജോലി ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം സന്യാസിയായി മാറുന്നു. മക്കളും 2 ആൺമക്കളും ഭാര്യയുമുണ്ട്. ആൺമക്കൾ കല്യാണം കഴിഞ്ഞവരാണ്. അവരോടാണ് അച്ഛൻ ഈ ഗുരുസ്വാമി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് അസ്വാഭാവികത ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് കളക്ടർക്ക് പരാതി കൊടുത്തു, അപേക്ഷ കൊടുത്തു. ഇത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അതോ ഇനി മക്കൾ തല്ലിക്കൊന്ന് എടുത്ത് സമാധിയാക്കിയതാണോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ഗോപൻ സ്വാമി സമാധിയായതാണോ, ഗോപൻ സ്വാമിയെ തല്ലിക്കൊന്ന് കുഴിച്ചുമൂടിയതാണോ എന്നറിയാനുള്ള ശ്രമത്തിലാണ് നെയ്യാറ്റിങ്കര പോലീസ്. ഏതായാലും ഗോപൻ സ്വാമി എന്ന പഴയ ചുമട്ടുതൊഴിലാളി മരിച്ചുപോയി. സമാധി അല്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്നാൽ നാട്ടുകാർക്ക്, ഈ കുടുംബക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിനുള്ള പക തീർക്കാനാണ് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് മക്കളുടെ പക്ഷം. ഏതായാലും മക്കളുടെ പക്ഷമാണോ നാട്ടുകാരുടെ പക്ഷമാണോ ശരിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ തെളിയും.